വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അടുമാ മിസ് ആണ്. അപ്പൊ എല്ലാ മക്കൾക്കും എക്സാം ആണ്. നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ ഒരു പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇതാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിവിങ് ഇൻ ഹാർമണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. സാധാരണ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെ നമുക്ക് നേരിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. എന്താ ഈ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് നമ്മുടെ അറിവ് ഉപയോഗിച്ചിട്ട് അല്ലെ നമ്മൾ ആ ക്വസ്റ്റ്യനെ വിലയിരുത്തണം. അപ്പൊ നമുക്കൊരു ചോദ്യം പരിചയപ്പെടാം, നമുക്കത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പൊ ചോദ്യം ഇതാണ്: ഒരു മീനിന് അതിന് വളരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് കുളമാണോ അല്ലെങ്കിൽ നമ്മൾ അതിനെ പിടിച്ചിട്ട് ഒരു അക്വേറിയത്തിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അതാണോ അതിന് ഏറ്റവും വളരാൻ അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എന്നുള്ളതാണ്. അപ്പൊ എന്താ നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്? വിച്ച് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഹാബിറ്ററ്റ് ഫോർ എ ഫിഷ്. സാധാരണ നിങ്ങൾ വിചാരിക്കും അല്ലെ, നമ്മൾ അക്വേറിയത്തിലാണെങ്കിൽ നമ്മൾ അതിന് ഇഷ്ടം പോലെ ഫുഡ് ഇട്ട് കൊടുക്കുമല്ലോ, അതുകൊണ്ട് അതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എന്ന് ചില ആളുകളെങ്കിലും വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല മക്കളെ, ഓരോരുത്തരും അത് എവിടെയാണോ ജനിച്ചു വളർന്നത് അല്ലെ, അതായത് അതിന്റെ ഒരു തനതായിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാവുമല്ലോ, നാച്ചുറൽ ഹാബിറ്റ് എന്ന് പറയും, അതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് വിച്ച് എനാബിൾ ദ ഫിഷ് ടു ലിവ് ഇൻ പോണ്ട്? റൈറ്റ് ദം ഇൻ ദ ഗിവൺ ടേബിൾ. അതായത് ഒരു മത്സ്യത്തിന് ജീവിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള എന്തെല്ലാം ചുറ്റുപാടുകൾ അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഒരു നമ്മുടെ ഈ പറയുന്ന കുളത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ നമ്മൾ ഈ കുളത്തിലുള്ള ഘടകങ്ങളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബയോട്ടിക് ഫാക്ടർ, സെക്കൻഡ് വൺ ഈസ് അബയോട്ടിക് ഫാക്ടർ. എന്താ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ജീവീയ ഘടകങ്ങൾ. ജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതെന്തായിരിക്കും? ലിവിങ് ആയിരിക്കും അല്ലെ. എന്താണ്? ലിവിങ് ആണ്, അതായത് ജീവനുള്ള ആളുകളാണ്. എന്താ ഈ അബയോട്ടിക് ഫാക്ടേഴ്സ്, അജീവീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are non-living things which helps the organism to survive. ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന ആളുകളാണ് അബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പൊ ബയോട്ടിക്കിൽ നമ്മൾ ഏതൊക്കെ എഴുതും? ഇപ്പൊ ഒരു കുളത്തിൽ അല്ലെ ആ മീൻ കഴിക്കുന്ന കുറച്ച് ചെറിയ പ്രാണികൾ ഉണ്ടാവും അല്ലെ, അപ്പൊ ഇൻസെക്ട്സ് എഴുതാം. എന്ന് വെച്ചാൽ പ്രാണികൾ അല്ലെ, പ്രാണികൾ ഉണ്ടാവും. അതേപോലെ തന്നെ ആ കുളത്തിനകത്ത് കുറെ അക്വാറ്റിക് ഓർഗാനിസംസിലെ അക്വാറ്റിക് പ്ലാന്റ്സ് ഉണ്ടാവില്ലേ, അപ്പൊ നമുക്ക് ചെടികൾ എഴുതാം അല്ലെ. ഇതൊക്കെ എന്താണ്? പിന്നെ വേറെയുള്ള കുഞ്ഞു ഫിഷുകൾ ഉണ്ടാവും അല്ലെ, അതൊക്കെ എന്താണ്? അതിനുള്ള ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എന്താ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഓക്സിജൻ അല്ലെ, നോൺ ലിവിങ് ആണ്, എന്നാൽ എന്താണ്? ഈ പറയുന്ന ജീവിക്ക് ജീവിക്കണമെങ്കിൽ ഓക്സിജൻ ഉണ്ടായേ തീരും. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം അല്ലെ, ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ താപനില അല്ലെ, ടെമ്പറേച്ചർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ടർ കണ്ടന്റ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അബയോട്ടിക് ഫാക്ടേഴ്സിൽ പെടും. സോയില് പെടും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, സൺലൈറ്റ് പറയാം അല്ലെ, ഇതൊക്കെ എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ മക്കൾക്ക് മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്.